കിളിക്കൂട്ടം ഭാഗം 5. ആട്ടുകട്ടിലിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു വരുൺ. ആരോ തൊട്ടതറിഞ്ഞ് അവനൊന്ന് ഞെട്ടി കണ്ണു തുറന്നു നോക്കി. ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി നിൽക്കുന്ന വിനയൻ. വരുൺ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റിരുന്നു. എന്താച്ചാ അവൻ ചോദിച്ചു. വിനയൻ അവൻ്റെ അരികിലിരുന്നു. അച്ഛനും മുത്തശ്ശനും പറഞ്ഞത് നിനക്ക് വിഷമമായി അല്ലേ? അച്ഛനും മുത്തശ്ശനും പറഞ്ഞത് നിനക്ക് വിഷമമായല്ലേ? വരുൺ ഒന്നും മിണ്ടാതെ മുഖം കൊണ്ടിച്ചു. എല്ലാം നിനക്കറിയാവുന്നതല്ലേ? അവിടെ കയറി ചെന്ന് നിന്നെ അവരെ അപമാനിച്ചിറക്കി വിട്ടെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. നീ ക്ഷമിക്കേ. അയ്യോ, അച്ഛൻ എന്തിനാ എന്നോട് ക്ഷമ വയ്ക്കുന്നത്? എനിക്കറിയാം, എനിക്ക് വിഷമമൊന്നുമില്ല. വരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ നീ ഒന്നും കഴിക്കാതിരിക്കണ്ട. ഞാൻ വാരിത്തരാം. പിന്നെയും ചോറ് ഉരുളകളാക്കി അവന് നേരെ നീട്ടി. വരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ സന്തോഷത്തോടെ വാ തുറന്നു. ഒരു നിപ്പിളും കൂടി തരട്ടെ? ശിഖ അവിടേക്ക് വന്നു. ഒപ്പം സീതയും നീലകണ്ഠനും നകുലനും. അപ്പോൾ പ്രശ്നമെല്ലാം കോംപ്രമൈസായി അല്ലേ? ശിഖ ചോദിച്ചു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല അല്ലേ അച്ഛാ? വരുൺ പറഞ്ഞു. വിനയ് ചിരിച്ച്. വലിയച്ഛൻ മോന് മാത്രം വാരി കൊടുക്കൂ. എനിക്കും നല്ല വിഷമമുണ്ട് കേട്ടോ, ശിഖ പറഞ്ഞു. ഇവിടെ വാടി കാത്താരി. വിനയ് വിളിച്ച് അവൻ സന്തോഷത്തോടെ അയാളുടെ അരികിലേക്ക് ചെന്നു. അയാളുടെ ഇരുവശത്തുമായി വരുണും ശിഖയും ഇരുന്നു. വിനയൻ ഇരുവർക്കും ഭക്ഷണം വാരിക്കൊടുത്തു. എല്ലാവരും സന്തോഷത്തോടെ ഇത് നോക്കി നിന്നു. രാവിലെ തന്നെ വരുൺ കുളിച്ച് റെഡിയായി 2-3 കവറും എടുത്ത് വണ്ടിയുടെ ചാവിയുമായി ചൂളമടിച്ചുകൊണ്ട് വരാന്തയിലേക്ക് നടന്നു. നീ ഇതെങ്ങോട്ടാ വരുൺ? സീത ചോദിച്ചു. അതേ അപ്പച്ചി കാണാൻ. സീത ഒന്ന് പകച്ചു. അവിടേക്ക് വരികയായിരുന്ന ശിഖയും ഒന്ന് പതറി. അപ്പച്ചിക്ക് അനുവിനും വേണ്ടി വാങ്ങിച്ച സാധനങ്ങളായത്, ഇതൊക്കെ കൊടുക്കണം. ചിലപ്പോൾ ഞാൻ ഊണ് കഴിച്ചിട്ട് വരും. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. സീത എന്തോ പറയാനൊരുങ്ങിയെങ്കിലും അപ്പോഴേക്കും അവൻ നടന്നിരുന്നു. ഇന്നിവിടെ ഒരു ഭൂകമ്പം ഉറപ്പാ, ശിഖ പറഞ്ഞു. സീത ഭീതിയോടെ അവളെ നോക്കി. വരുൺ സാധനങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് അവൻ മൊബൈലെടുത്ത് അനന്തുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മൂടി പതിച്ച് കിടന്നുറങ്ങുകയായിരുന്നു അനന്തു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ ദേഷ്യത്തോടെ ഫോൺ എടുത്തു. കണ്ണ് തുറക്കാതെ ഓൺ ചെയ്ത് കാതോട് ചേർത്ത് ഹലോ കൂട്ടുവായിട്ടുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ പറഞ്ഞു. സൂര്യൻ ഉച്ചയിലെത്തി, എന്നിട്ട് എഴുന്നേൽക്കാറായില്ലേ പോത്തേ? വരുൺ ചോദിച്ചു. അനന്ത ഒന്ന് ഞെട്ടി. ഓ, നീയായിരുന്നോ? സൂര്യനപ്പോൾ എഴുന്നേറ്റിട്ട് എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റി അവൻ എഴുന്നേറ്റ്. എന്നാലേ ചെറിയൊരു പണിയുണ്ട്. നീ വേഗം റെഡിയായി വാ. ഞാൻ ആ ആൾത്തിരക്കിൽ കാത്തു നിൽക്കാം. എന്തിനെ? ഒരിടം വരെ പോകാനാ. എവിടേക്ക്? ഞാനെങ്ങോട്ടുമില്ല. ഇന്നലെ തന്നെ നിൻ്റെ കൂടെ വന്നതിന് ഇവിടെ എല്ലാവരുടെയും വക വഴക്കായിരുന്നു. ഞാൻ അപ്പച്ചി കാണാൻ പോവാ, നീയും കൂടെ വരുന്നു എന്ന് വെച്ച് ചോദിച്ചതാ. അനന്തുവിൻ്റെ മുഖം വിടുന്നത്. അപ്പച്ചി കാണാനോ? ഇതൊരു 5 മിനിറ്റ്, ഞാനിത് എത്തി. അനന്ത് ഫോൺ വെച്ച് നേരെ ബാത്റൂമിലേക്ക് ചെന്നു. പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സ് എടുത്തിട്ട് അവൻ ഓടി. ഇത് കണ്ട് വീണിയും വസുമതിയും തങ്കവും അന്തം വിട്ട് നിന്നു. ഇവനിതെന്താ, വാലിൽ തീ പിടിച്ചോ? തങ്കം ചോദിച്ചത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആൽത്തറയിൽ കാറ് നിർത്തി വെച്ച് അതിൽ ചാരി നിൽക്കുകയായിരുന്നു വരുൺ. വേലിയും ചാരി കടന്ന് വയൽവരമ്പിലൂടെയും ഇടവഴിയിലൂടെയും തെങ്ങിൻതോപ്പിലൂടെയും ഓടിക്കടന്ന് അനന്ത് ആൽത്തറക്കരികിലെത്തി. വരുണിൻ്റെ മുന്നിലെത്തിയതും അവൻ നിന്ന് കിതച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വരുൺ അമ്പരപ്പോടെ അവനെ നോക്കി. ഇതെന്താ ഇങ്ങനെയൊന്ന് കിതക്കുന്നത്? നിന്നെ വല്ല പട്ടിയും കടിക്കാൻ ഓടിച്ചു? വരുൺ ചോദിച്ചു. വാശ കടിക്കാതെ വണ്ടി എടുക്കടാ. അതും പറഞ്ഞ് അനന്ത് വണ്ടിയിൽ കയറി. ചിരിച്ചുകൊണ്ട് വരുണും വണ്ടിയിൽ കയറി. ടാറിട്ട റോഡിൽ നിന്ന് വണ്ടി ഇടവഴിയിലേക്ക് കയറി. ടാറിടാത്ത നല്ല റോഡാണ്. റോഡിൻ്റെ ഇരുവശത്തും നെൽവയലാണ്. മറുവശത്ത് കൊച്ചു കൊച്ചു വീടുകളും. ഓടുമേഞ്ഞ കുഞ്ഞു വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കയറി ചെന്നു. അപ്പോഴേ ഒരു പന്തികേട് തോന്നി. ഇരുവരും സംശയത്തോടെ പുറത്തിറങ്ങി. കാട് പിടിച്ച് കിടക്കുന്ന പരിസരവും കരിയിലേക്കാൾ വീണ് കിടക്കുന്ന മുറ്റവും കുറേ നാളായി ആൾതാമസമില്ലാത്ത പോലെ. 2 പേരും വരാന്തയിലേക്ക് കയറി. അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നു. വാതിൽ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഇതെന്താടാ ഇവിടെ ഇങ്ങനെ ആകെ പൊടിയൊക്കെ ആയിട്ട് ആൾതാമസമില്ലാത്ത പോലെ? അനന്ത ചോദിച്ചു. എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ഇരുവരും മുറ്റത്തേക്ക് ഇറങ്ങി ചുറ്റുപാടും നടന്നു. അതുവഴി പോവുകയായിരുന്ന കുമാരൻ അവിടേക്ക് വന്നു. അല്ല, ഇത് ആരോഗ്യമോ? എത്ര നാളായി കണ്ടിട്ട്? അത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കുമാരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
വരുൺ ചോദിച്ചു. അങ്ങനെയൊക്കെ പോകുന്നു. അല്ല, എന്താ ഇവിടെ പുതുതായിട്ട് ഇവിടെ ആരെങ്കിലും വാടകയ്ക്ക് വരുന്നുണ്ടോ? അയാളുടെ ചോദ്യം കേട്ട് ഇരുവരും അന്താളിപ്പോടെ പരസ്പരം നോക്കി. പുതിയ വാടകക്കാരോ? അപ്പോൾ അപ്പച്ചി അനുവോ? വരുൺ ചോദിച്ചു. അവർ പോയില്ലേ? പോകാനോ? എവിടെ പോകാൻ? എന്താ മനസ്സിലാവാതെ ചോദിച്ചു. അത് ശരി, അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? സുധമോളും അനുക്കുട്ടിയെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? രണ്ടാളും ഞെട്ടി. ഇറക്കി വിടാനോ? ആര്? വരുൺ ദേഷ്യത്തോട് ചോദിച്ചു. കുഞ്ഞിൻ്റെ മുത്തശ്ശൻ തന്നെ. ഈടമൊക്കെ ഒന്ന് കാണാൻ ഒരു ദിവസം വന്നതാ. ഇവിടെ താമസിക്കുന്ന സുധക്കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു. രണ്ടുപേരെയും ഇവിടുന്ന് ഇറക്കി വിട്ടു. അത് കേട്ടതും വരുണും അനന്തവും ഞെട്ടി. വരുണിൻ്റെ കോപം ഇരച്ചു കയറി. അവരെവിടേക്കാണ് പോയത്? അനന്ത് ചോദിച്ചു. അതറിയില്ല കുഞ്ഞ്. അതും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു. വരുൺ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. എന്നാലും അപ്പച്ചി അനുവിനെ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ നടക്കാനൊരുങ്ങി. അനന്ത് അവനെ പിടിച്ചു. വരുൺ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അവരെവിടെയുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. അനന്ത് അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. എങ്ങനെ? എവിടെയാണെന്ന് വെച്ച് പോയി കണ്ടെത്തും? വരുൺ വിഷമത്തോടെ പറഞ്ഞു. അനന്തുവിന് കരച്ചിൽ വന്നു. എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തും. നാളെ നേരെ പുലരും മുമ്പ് നമ്മൾ അവരെവിടെയാണ് എന്ന് അറിയും. നീ വാ. ഇരുവരും നടന്നു. മുറ്റത്ത് കാർ നിർത്തി കോപത്തോടെ വരുൺ അകത്തേക്ക് കയറി വന്നു. വന്നപാടെ ടീപ്പോയിമേൽ വെച്ചിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ടീപ്പോയിമേൽ എറിഞ്ഞു പൊട്ടിച്ചു. ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവിടേക്ക് ഓടി വന്നു. പൊട്ടിക്കിടക്കുന്ന ടീപ്പോയും കോപത്തോടെ നിൽക്കുന്ന വരുണിനെയും കണ്ട് എല്ലാവരും അമ്പാരുന്നു. സീതയ്ക്ക് ശിഖയ്ക്ക് കാര്യം മനസ്സിലാക്കി. വരുൺ, എന്ത് തോന്നിയ നീ കാണിക്കുന്നേ? വിനയൻ ചോദിച്ചു. തോന്നിവാസം കാണിച്ച ഞാനല്ല, നിങ്ങളാ. വിനയൻ്റെ നകലിന് മനസ്സിലാവാതെ അവനെ നോക്കി. ഞങ്ങളെന്ത് കാണിച്ചെന്നാ നീ പറയുന്നത്? ഒന്നും കാണിച്ചില്ലേ? ആരോട് ചോദിച്ചിട്ടാ അപ്പച്ചി വടക്കേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ചോദ്യം കേട്ട് ഇരുവരും ഞെട്ടി. പരുങ്ങിലൂടെ പരസ്പരം നോക്കി. ബഹളം കേട്ട് നീലകണ്ഠൻ അവിടേക്ക് വന്നു. ചോദിച്ചത് കേട്ടില്ലേ? അപ്പച്ചി ആരെ ഇറക്കി വിട്ടതെന്ന്. അവന് ക്രുദ്ധനായി. ഞാനാ അവളെ ഇറക്കി വിട്ടത്, നീലകണ്ഠൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. വരുൺ അയാളെ നോക്കി. എൻ്റെ അനുവാദമില്ലാതെ വാടക പോലും തരാതെ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കഴിയുന്നവളെ ഞാൻ ഇറക്കി വിടണ്ടേ? അയാളുടെ ചോദ്യം കേട്ട് വരുണിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. മുത്തശ്ശ, വരുൺ വിളിച്ചു. വാടക തരാൻ അവിടെ താമസിച്ചത് അന്യരൊന്നല്ലല്ലോ, മുത്തശ്ശൻ്റെ സ്വന്തം മകളും കൊച്ചുമകളും അല്ലേ? മകളോ? ഏത് മകള്? എനിക്കങ്ങനെ ഒരു മോളില്ല. ഉണ്ടായിരുന്നു. എന്നെൻ്റെ വാക്ക് ധിക്കരിച്ച് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി ഒരു കീഴാളിൻ്റെ കൂടെ ഇറങ്ങിപ്പോയോ അന്ന് അവസാനിച്ചതാണ് അവളുമായിട്ടുള്ള എൻ്റെ ബന്ധം. അങ്ങനെ വാക്കുകൊണ്ട് അർത്ഥം മാറ്റാൻ കഴിയുന്നതല്ല രക്തബന്ധം. വരുൺ, മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വിനയൻ ശാസനയോട് ചോദിച്ചു. മുതിർന്നവർ തെറ്റ് ചെയ്താൽ അതിന് ചോദ്യം ചെയ്യുക തന്നെ വേണം, ഇല്ലേ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാം. മുത്തശ്ശി എന്ത് തെറ്റ് ചെയ്തെന്നാണ് നീ പറയുന്നത്? വിനയൻ ചോദിച്ചു. ആണും തുണിയില്ലാത്ത സ്വന്തം മകളെയും പ്രായപൂർത്തിയായ കൊച്ചുമക്കളെയും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് നല്ല കാര്യം എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? ഈ തറവാട്ടിലുണ്ടല്ലോ അനുവിൻ്റെ അതേ പ്രായത്തിലൊരു പെൺകുട്ടി. അനുവിൻ്റെ സ്ഥാനത്ത് ശിഖയായിരുന്നെങ്കിലോ? എല്ലാവരും മിണ്ടാതെ മുഖം കുനിച്ചു. എന്താ, ആർക്കും ഉത്തരവില്ലേ? വരുൺ, വിനയൻ എന്തോ പറയാമെന്നും വരുൺ കൈ ഉയർത്തടഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. ഞാനാണ് അവരെ ആ വീട്ടിൽ കൊണ്ടു നിർത്തിയത്. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ അവരെ എല്ലാവരും ചേർന്ന് ഇറക്കി വിട്ടു. അവിടെ അപമാനിക്കപ്പെട്ടത് ഞാനാ. എന്തൊക്കെ വന്നാലും ശരി, ഞാൻ അവരെ കണ്ടുപിടിക്കും. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. താക്കീതോടെ വരുൺ പറഞ്ഞു നടന്നു. ബാൽക്കണിയിൽ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു അനന്തു. എന്നാലും അപ്പച്ചനോ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അവൻ ചിന്തിച്ചു. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അവൻ അലസമായി ഫോണെടുത്ത് നോക്കി. നമ്പർ കണ്ടതും അവൻ്റെ മുഖം വിടുന്ന ആകാംക്ഷയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അതെ. കിട്ടിയോ? എവിടെയാ? ഓ ശരി ശരി, താങ്ക് യു സോ മച്ച്. അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ സന്തോഷത്തോടെ ഫോണെടുത്ത് വരുണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ബാൽക്കണിയിൽ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു അവനും. അനന്തുവിൻ്റെ കോൾ കണ്ട് അവൻ ഫോൺ എടുത്തു. ഹലോ വരുൺ, കിട്ടി. അപ്പച്ചിവനും എവിടെയാണെന്ന് കണ്ടെത്തി. വരുൺ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റ്. എന്ത്, നേരാണോ? എവിടെ അവർ? അവൻ സന്തോഷത്തോടെ ചോദിച്ചു. അമ്മാവൻ്റെ നാട്ടിലൊരു പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക അവർ. വരുണിന് സമാധാനമായി. ഓ, ഇപ്പോഴേ സമാധാനമായത്. അല്ല, നിനക്കെങ്ങനെ ഈ വിവരം കിട്ടി?
അത് നമ്മുടെ സുഗുവിനെ ചാക്കിട്ട് പിടിച്ചു. അവനെ അന്വേഷിച്ച് വിവരം എന്ന് പറഞ്ഞത്. വരുൺ പറഞ്ഞു. ശരിയടാ, എന്നാൽ നാളെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി, ഗുഡ് നൈറ്റ്. ഇരുവരും സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു. തുടരും.